ഹലോ ഗേസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ആണ് കേട്ടോ. വൻ കുക്കിംഗ് ആണ്. ഞാനാണ് കുക്ക്. ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കും. ഇവിടെ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ വേറെ ആരും കഴിക്കാറില്ല. കാരണം ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് മാത്രമേ ഇഷ്ടപ്പെടാറുള്ളൂ. മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഇതിൽ ഞാൻ ബീട്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പക്കൂട്ടന് ഇഷ്ടമല്ല. പിന്നെ എൻ്റെ ജോസുമോൻ പച്ചക്കറി വിരോധിയാണ്. തന്നെയല്ല, ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് മാത്രമേ കഴിക്കാൻ പറ്റാറുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ടേസ്റ്റ്. ഞാൻ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത എൻ്റെ പ്രശ്നമല്ല. ഇവിടെ ഇങ്ങനെ എനിക്ക് കഴുകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമുക്ക് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റുള്ള വെള്ളമാണ്. ഇത് കുടിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടിരുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ വെള്ളം എടുത്തൊന്നും കഴുകുന്നില്ലെന്ന്. നമ്മൾ 4-5 നിലയുടെ മുകളിലേക്ക് വെള്ളം ചുമന്ന് കൊണ്ടുവന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കഴുകുന്നത്. ഈ അരിയിൽ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സ്പീഡാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഒരു 2-2.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാനിത് ഫുൾ അരിഞ്ഞ് തീർത്തത് കേട്ടോ. അത്രയും സ്പീഡായിരുന്നു എനിക്ക്. കത്തിക്ക് പിന്നെ ഭയങ്കര മൂർച്ചയായിരുന്നു. ഇവിടെ കൊണ്ടുവരുന്ന ഒറ്റ കത്തിക്ക് മൂർച്ച ഉണ്ടാവാറില്ല. കുറച്ച് കളയുമ്പോൾ മൂർച്ചയും പോവും, അല്ലെങ്കിൽ അത് ഒടിഞ്ഞും പോവും. അതെന്തോ അങ്ങനെയാണ്, അറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. ഞാനിങ്ങനെ അറഞ്ചും പുറഞ്ച് 2.5 മണിക്കൂർ നീണ്ടു നിന്ന അരിയലിന് ശേഷം ഞാനിത് വഴട്ടൽ ഒഴിവാക്കിയിട്ട് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയട്ടാ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ കുക്കിൻ്റെ രാജാവായ അപ്പുകൂട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആവോടും ചോദിച്ചു. അപ്പോൾ അവളൊന്ന് തലയാട്ടി. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ വെച്ച് ഒഴിച്ചിട്ട് ഇളക്കി വെച്ച് എല്ലാം കൂടെ കൂടിയിട്ട് ആ ചീൻചട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് തട്ടിപ്പൊത്തി അവിടെ മൂടി വെച്ചിട്ടാ. അപ്പോഴും ഞാൻ അവിടെ പോയി കിടന്നു കേട്ടാ. ലേസി ഗേൾ. അപ്പുകൂട്ടനൊന്നും ഓർമ്മിപ്പിച്ചില്ലായിരുന്നു. ഈ കരിഞ്ഞ ബീട്രൂട്ട് തിന്നേണ്ട അവസ്ഥയായേനെ. എന്ത് പറയാനാണ്, ഒരു ശ്രദ്ധയില്ല. അങ്ങനെ അതും കൂട്ടി എൻ്റെ സ്വന്തം ഗ്രേറ്റ് തോരനായിട്ട് ഉച്ചയ്ക്ക് പോയി ഊണ് കഴിച്ചു. ഓക്കെ, ബൈ, താങ്ക് യു.